ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 10 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയെല്ലാം വഴന്നു വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. മുളകെല്ലാം മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീനും ആവശ്യമായ ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ചെമ്മീനിലെ ജ്യൂസെല്ലാം ഇറങ്ങി നിറം മാറുമ്പോൾ മസാല എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീനെല്ലാം വെന്ത് മസാല പിടിച്ചതിന് ശേഷം അതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലെല്ലാം വറ്റിയതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം.